മലയാളക്കാരെ ഇളക്കി മറിച്ച, തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കിയ സാഹസം എന്ന സൂപ്പർ ഹിറ്റ് മൂവിയുടെ മ്യൂസിക് ഡയറക്ടർ വിപിൻ അശോക് ആണ്. ഇതിൽ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കനൂൺ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് വായിച്ച കാര്യം, അത് ഇതാണ് ഈ ഇൻസ്ട്രുമെന്റ് ആണ്. ഒരു ബാക്കിംഗ് ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് വായിച്ചിരിക്കുന്നത്. ഹായ് നമസ്കാരം, ഞാൻ ആതിര. ഫ്രൈഡേ ഫിലിമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എനിക്ക് ഏറ്റവും സന്തോഷം ചിന്മയിനെ കൊണ്ട് പഠിക്കാൻ പറ്റി എന്നുള്ളതാണ്. ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്ത് ഒരു കേൾപ്പിച്ചേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ അത് പഠിക്കുകയും അത് ഒറ്റ ടേക്കിൽ പാടി പോവായിരുന്നു. ചേട്ടാ, വെൽക്കം ടു ഫ്രൈഡേ ഫിലിം. താങ്ക് യു, നമസ്കാരം. ചേട്ടാ, ഒരു കാലത്ത് ഒരുപാട് ഓളം സൃഷ്ടിച്ച ഒരു പാട്ടായിരുന്നു ഒരു മുത്തം തേടി എന്ന സോങ്. ആ സോങ് വീണ്ടും ഈ സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അത് ആക്ച്വലി ഇതിൽ ഡയറക്ടർ ഞങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പഴയ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പഴയ ഒരു പാട്ട് എന്തായാലും വേണം, അതിൻ്റെ റീമിക്സ് വേർഷൻ ചെയ്യാന്നുള്ളത് ഡയറക്ടറുടെ ഒരു ഇൻപുട്ടായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് പാട്ടുകൾ ആലോചിച്ചു. കുറേ പാട്ടുകൾ ഇങ്ങനെ ആലോചിച്ച് അവസാനം എത്തിയതാണ് എല്ലാവർക്കും, ഞങ്ങൾക്ക് രണ്ടുപേർക്കും തൃപ്തികരമായ ഒരു സോങ്ങിലെത്തിയത് ഇതിലാണ്, ഒരു മുത്തം തേടി എന്നുള്ള പാട്ടിലാണ്. അത് ചെയ്തിരിക്കുന്നത് സുരേഷ് പീറ്റേഴ്സ് എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ ഞാൻ വളരെ ആരാധിച്ചിരുന്ന ഒരു മ്യൂസിക് കമ്പോസറാണ്. പുള്ളിയുടെ സൗണ്ടിങ്ങുകളും ഒരു ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. പിന്നെ രമേശൻ നായരാണ് വരികൾ, MG ശ്രീകുമാർ, സുജാത, മനോ, ഇങ്ങനെ 3 പേരാണ് പാടിയിരിക്കുന്നത്. ഞങ്ങൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആ ഒറിജിനൽ വോക്കൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ AI ടെക്നോളജി ഉള്ളത് കാരണം നമുക്കതിൽ നിന്ന് ഒറിജിനൽ വോക്കൽസ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റി. അത് വെച്ചിട്ടാണ് റീമിക്സ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വോക്കൽ മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുത്തു, എന്നിട്ട് വേറൊരു ഇൻസ്ട്രുമെൻറ്റേഷനും കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്തതാണത്. അത് ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അത് എല്ലാവരും നല്ല, ഇപ്പോൾ ആ സീനിനെ പറ്റിയിട്ടും ആ സീനിൽ ആ പാട്ട് വന്നപ്പോൾ ഭയങ്കര എലിവേറ്റ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു. അതെ, അത് ഭയങ്കരമായിട്ട് തിയേറ്ററിലൊക്കെ കാണുമ്പോൾ അടിപൊളിയായിരുന്നു. അതെ, തിയേറ്ററിൽ ആ ഒരു അലകടലും കാറ്റും എന്നുള്ള വരുമ്പോൾ കയ്യടി ഉണ്ടായത്. ഞാൻ തിയേറ്ററിൽ കുറച്ച് തിയേറ്റർ വിസിറ്റിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ അവിടെ എത്തുമ്പോൾ ഒരു കയ്യടിയൊക്കെ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ. ചേട്ടാ, ഈ സിനിമയിലെ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് സോങ് എന്ന് പറഞ്ഞാൽ നറുതിങ്കൾ പൂവേ എന്ന സോങ്. അതിൽ ചിന്മയുടെ വോയിസും കൂടി ആകുമ്പോൾ വേറെ തന്നെ ഒരു ഫീലാണ്. അതെ, അതിൽ എനിക്ക് ഏറ്റവും സന്തോഷം ചിന്മയിനെ കൊണ്ട് പഠിക്കാൻ പറ്റി എന്നുള്ളതാണ്. ചിന്മയി മാം ഇവിടെ എറണാകുളത്ത് ഉള്ള സമയത്തായിരുന്നു ഞാൻ ഇതിന് വേണ്ടിയിട്ടൊന്ന് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൾ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് മാം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വിളിച്ചപ്പോൾ തന്നെ പാടാം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇവിടെ പാട്ട് ആക്ച്വലി ആ മുമ്പ് പാട്ടൊന്നും കേട്ടിട്ടില്ല, ഞങ്ങൾ നേരെ സ്റ്റുഡിയോ പോയിട്ടാണ് കേൾക്കുന്നത്. പക്ഷേ ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്ത് ഒരു കേൾപ്പിച്ചേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ അത് പഠിക്കുകയും അത് ഒറ്റ ടേക്കിൽ പാടി പോവായിരുന്നു. അത് ഭയങ്കര എനിക്ക് അത്ഭുതമായിരുന്നു. മാം ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ശരിക്ക് എനിക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഫീല്. ഒരു പാട്ട് കേട്ട് 1-2-3 പ്രാവശ്യം കേട്ട് അതിനുശേഷം പിന്നെ ഒരൊറ്റ ടേക്കിൽ അതിലൊരു കറക്ഷനും ഇല്ല, അങ്ങനത്തെ വേറെ ഒന്നുമില്ല. അത് അങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടായിരുന്നു. ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു റെക്കോർഡിംഗ് ആയിരുന്നു അത് ചിന്മയി മാമിൻ്റെ. മെയിൽ പോർഷൻ പാടിയിരിക്കുന്നത് സൂരജ് സന്തോഷിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. സൂരജ് എൻ്റെ മന്ദാകിനിയിലും പാടിയിട്ടുണ്ട്. അത് സൂരജാണ് പാടിയിരിക്കുന്നത്. വരികൾ വിനായക് ശശികുമാർ. അറിയുന്നേ നിന്നെ നിന്നെ മെല്ലെ 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 അരികിൽ. ചേട്ടാ, എനിക്ക് വ്യത്യാസമായിട്ട് തോന്നിയത് നരകമോ എന്നുള്ള ഒരു സോങ് അല്ലേ, അതിനകത്തൊരു സംസ്കൃതം വരുന്നുണ്ടല്ലോ, അത് ആരുടെ ഐഡിയ ആയിരുന്നു? അത് എൻ്റെ തന്നെ ഐഡിയ ആയിരുന്നു. അത് ആദ്യം ആ പാട്ട് ചെയ്തു. ആ പാട്ടിൽ ഒരു ഡ്രോപ്പ് ഉണ്ട്, അവിടെ ആദ്യം ഒന്നും വോക്കൽ ഉണ്ടായിരുന്നില്ല, ഇൻസ്ട്രുമെൻറ്റേഷൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ എന്തോ ഒരു ബ്ലാങ്ക് ഫീൽ ചെയ്തപ്പോൾ
എന്തെങ്കിലും ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഞാൻ മുമ്പ് ചെയ്ത ഒരു വർക്കിൽ ഇങ്ങനെ സംസ്കൃത ശ്ലോകം വെച്ചിട്ട് ഒരു ഇലക്ട്രോണിക് ഒരു പരിപാടി ചെയ്തപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് വന്നിരുന്നു. ഒരു ജിങ്കിൾ വർക്കാണ്. അപ്പോൾ അതിൽ പിന്നെ നേരത്തെ എൻ്റെ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഹരിത എന്ന് പറഞ്ഞിട്ട്, പുള്ളിക്കാരും ഞാനും കൂടിയിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു അതേപോലെ തന്നെയുള്ളൊരു ഇലക്ട്രോണിക് മ്യൂസിക്കാണ് ഇവിടെയുള്ളത്. അവിടെ ഇങ്ങനൊരു വോക്കൽ ഇല്ലാത്ത ഒരു ഡ്രോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ പിന്നെ അങ്ങനെ അത് ആ ഒരു ഓർമ്മയിൽ നിന്നാണ് നമ്മളവിടെ സംസ്കൃതം യൂസ് ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളത് തോന്നിയത്. അപ്പോൾ ഞാൻ അങ്ങനെ ഹരിതയുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ പുള്ളിക്കാർ പെട്ടെന്ന് തന്നെ 4 വരി എഴുതി തന്നു. അങ്ങനെ അത് ആഡ് ചെയ്തപ്പോൾ അത് ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. അങ്ങനെയാണ് അതിലേക്ക് വന്നത്. ഓക്കെ. ഇതൊന്ന് പാടാൻ പറ്റുമോ? അയ്യോ അത് പറ്റില്ല. ഇല്ല. ഓക്കെ അങ്ങനെ പെട്ടെന്ന് പാടാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഓക്കെ ഓക്കെ. പ്രത്യേകിച്ച് വരികളും അത് സംസ്കൃത വരികൾ എനിക്ക് ബൈ ഹാർട്ടല്ല. അതുകൊണ്ട് തന്നെ പാടാണ്. ഇതിലൊരു സ്പെഷ്യലായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഈ ബാക്കിംഗ് വോക്കൽ ഉണ്ടല്ലോ, ഇതൊരു ഡിഫറെൻറ്റ് ടോണല്ല കേൾക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇത് AI ആണ്. ഞാൻ AI ഇൻപുട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് AI വെബ്സൈറ്റിൽ ചെയ്തെടുത്ത വോക്കലാണിത്. എൻ്റെ സൗണ്ട് തന്നെ AI ഇട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു പരിപാടി. അതാണ് ഈ പാട്ടിലൊരു സ്പെഷ്യലായിട്ട് പറയാനുള്ളത്. അത് ഇവിടെ സൂരജ് പാടുമ്പോൾ അതിൻ്റെ ബാക്കിൽ വരുന്നതാണ്. ഞാൻ ഫുൾ കേൾപ്പിക്കാം. AI പരിപാടിയാണ്. പിന്നെ അതിൽ വേറൊരു കാര്യം പറയാനുള്ളത്, അതിൽ കനൂൺ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്ട്രുമെൻ്റ് വായിപ്പിച്ചിട്ടുണ്ട്. അത് ഇവിടെ നിന്നല്ല, തുർക്കിയിലുള്ള ഒരാൾ ആണ് അത് വായിച്ചത്. ഇൻസ്ട്രുമെൻ്റാണ്. അത് ഇതിൻ്റെ കൂടെ വരുമ്പോൾ ഇങ്ങനെ ഒരു ബാക്കിംഗ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ടാണ് വായിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പുള്ളിക്ക് അയച്ചു കൊടുത്തിട്ട് പുള്ളി അവിടെ നിന്ന് അയച്ചു തരുമായിരുന്നു. അത് ഇവിടെ അധികം യൂസ് ചെയ്യാത്ത ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ഹിഷാം യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഹൃദയത്തിൽ. അതിനുശേഷം അങ്ങനെ അധികാരം ഇവിടെ വായിപ്പിച്ചതായിട്ട് കണ്ടിട്ടില്ല. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് എനിക്ക് ഹിഷാം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതിൽ. ഈ ഒരു തീം ഞാനിപ്പോൾ കേൾപ്പിച്ച ആ ഒരു കനോൺ തീം തന്നെയാണ് ഇപ്പോൾ ബാബു ആൻ്റണി, ടെസ്സ അവരുടെ റൊമാൻറ്റിക് സീക്വൻസിലൊക്കെ BGM യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു തീം. ഈ ഒരു തീം അടിപൊളി. അങ്ങനെ ഈ പാട്ടിലെ പല അവരുടെ ഒരു വൈബ്, ഇപ്പോൾ അവരുടെ റൊമാൻറ്റിക് മാത്രമല്ല, അവരുടെ ഈ ഫ്രണ്ട്ഷിപ്പ് വൈബിനൊക്കെ ഈ പാട്ടിൻ്റെ എലമെൻ്റാണ് BGM യൂസ് ചെയ്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമ്മളെ നറുതിങ്കൾ പൂവേ യൂസ് ചെയ്ത പോലെ തന്നെ മറ്റു പാട്ടുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ പിന്നെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊക്കഡലിക്കിൻ്റെ ബിഗിനിങ്ങിൽ ആണ് നമ്മളെ പാട്ടിൻ്റെ വേർഷൻ ഉള്ളത്. ഇപ്പോൾ പിന്നെ ടുവാർഡ്സ് ദ എൻഡ് ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ വേറൊരു ഡിഫറെൻറ്റ് വേർഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം എങ്ങനെയാണെന്നുള്ളത്.
കൊക്കെല്ലാം പറന്നു പോയി പുഞ്ചക്കണ്ടം തന്നിരുന്ന് കൊത്തിട്ടും പറക്കിട്ടും തിന്നുന്ന കൊക്കെ തിന്തയാതിലൊരു തവിട്ടു കൊക്ക വെള്ളക്കൊക്ക അതിനോട് നമുക്കിപ്പോ പോകണം വലിയൊരു മരത്തിന്മേൽ വലിയൊരു മരത്തിന്റെ ചെറിയൊരു ശാഖയിൽ വലുപ്പത്തിൽ കൂടും വെച്ചിരിക്കും കൊക്കെ തികുടെ ഏത് മോഡ്? ഫെയിം മോഡ്. ഇത്രയും നേരം സംഗീത വിശേഷങ്ങളുമായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സാഹസം എന്ന മൂവിയുടെ മ്യൂസിക് ഡയറക്ടർ ബിബിൻ അശോകാണ്. ചേട്ടാ, സാഹസം എന്ന മൂവിയുടെ ഒരുപാട് വിശേഷങ്ങൾ ഞങ്ങളായി പങ്കുവെച്ചു. എന്താണ് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ആദ്യമായി ഫ്രൈഡേ ഫെയിമിൻ്റെ ഈ ഒരു പരിപാടിയിൽ ഓണക്കാലത്ത് പങ്കെടുക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ സാഹസം കണ്ട് അല്ലെങ്കിൽ ഓണം മൂഡ് പാട്ട് ഏറ്റെടുത്ത എല്ലാവർക്കും എൻ്റെ നന്ദി. അതുപോലെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അടുത്ത ആഴ്ച പുതിയൊരു അതിഥിയുമായി വീണ്ടും കാണാം. ബൈ.